ഇംഗ്ലീഷിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ഡാഷ് മീ ടു ഗോ എബ്രോഡ് ഫോർ ഫർദർ സ്റ്റഡീസ്. അപ്പോൾ ചോദ്യം എങ്ങനെയാണ്? മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ഡാഷ് മീ ടു ഗോ എബ്രോഡ് ഫോർ ഫർദർ സ്റ്റഡീസ്. ഓപ്ഷനിൽ വാണ്ട് ഉണ്ട്, വാൺസ് ഉണ്ട്, ഹാസ് വാണ്ടഡ് ഉണ്ട്, ആർ വാണ്ടിങ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, രണ്ട് വ്യത്യസ്തമായ സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് ബന്ധിപ്പിച്ചാൽ ഉത്തരം എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറലായിരിക്കണം. ഇപ്പോൾ രാഹുൽ ആൻഡ് മനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ഏത് വരും? ഈസ് ആണോ ആറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാണ് അവിടെ വരേണ്ടത്. നമ്മൾ ഓർക്കുക, രണ്ട് വ്യത്യസ്തമായ സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുമ്പോൾ അതിൽ ഒരു സബ്ജക്റ്റിൻ്റെ പേരിന് മുന്നിൽ മാത്രം ഒരു ആർട്ടിക്കിളോ അല്ല എങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവോ. ഇപ്പോൾ രണ്ട് സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുമ്പോൾ അതിൽ ഒരു സബ്ജക്റ്റിൻ്റെ മുന്നിൽ മാത്രം ആർട്ടിക്കിളോ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവോ വന്നാൽ ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. അപ്പോൾ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എ ആൻഡ് ദി. ഇനി പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പൊസസീവ് അഡ്ജക്റ്റീവ് ഏതൊക്കെയാണ്? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ഇപ്പോൾ രണ്ട് സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുമ്പോൾ അതിൽ ഒരു സബ്ജക്റ്റിൻ്റെ മുന്നിൽ മാത്രം പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ വന്നു കഴിഞ്ഞാൽ ഉത്തരം സിംഗുലാറും, എന്നാൽ രണ്ട് സബ്ജക്റ്റിൻ്റെ മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നാൽ ഉത്തരം പ്ലൂറലുമായിരിക്കണം. പ്ലൂറൽ വെർബും എഴുതാം. ഇപ്പോൾ രണ്ട് സബ്ജക്റ്റിന് മുന്നിലും ഒന്നെങ്കിൽ ആർട്ടിക്കിൾ വരാം അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് വരാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം പ്ലൂറൽ എഴുതാം. ഒരെണ്ണത്തിൻ്റെ മുന്നിൽ മാത്രമാണെങ്കിൽ ഉത്തരം സിംഗുലാർ എഴുതാം. ഇവിടെ ചോദ്യത്തിൽ നോക്കിയേ, അങ്കിൾ എന്ന് പറയുന്നതും ഗാർഡിയൻ എന്ന് പറയുന്നതും രണ്ട് വ്യത്യസ്തമായ സബ്ജക്റ്റുകളാണ്. ആൻഡ് വെച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ട് സബ്ജക്റ്റിന് മുന്നിലും മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. വാണ്ട് പ്ലൂറലാണ്, വാണ്ട്സ് സിംഗുലാർ ആണ്, ഹാസ് വാണ്ടഡ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, ആർ വാണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ തെറ്റായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു യൂസേജ് ആണ്. നമുക്ക് ഉത്തരം ഏത് വരുന്നു? വാണ്ട് അവിടെ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദ വീൽ ഓഫ് ലൈഫ്. ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദി വീൽ ഓഫ് ലൈഫ്. ടേക്ക് ഓപ്ഷനിലുണ്ട്, ടേക്സ് ഉണ്ട്, ടുക്ക് ഉണ്ട്, അതുപോലെ വിൽ ടേക്ക് ഉണ്ട്. ഓർമ്മയിലിരിക്കുക, ഈച്ച് ആൻഡ് എവരി കഴിഞ്ഞിട്ട് സെൻറ്റൻസുകളിൽ തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും സിംഗുലാർ വെർബായിരിക്കും. ഈച്ച് ആൻഡ് എവരി കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന വെർബ് സിംഗുലാറും, എന്നാൽ ഈച്ച് കഴിഞ്ഞിട്ട് മൊഡാൽ ഓക്സിലറി വെർബ് വന്നാൽ, മൊഡാൽ ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? വില്ല് മുതൽ ഓട്ട് ടു വരെ വരുന്ന ഓക്സിലറീസ് ആണ് മൊഡാൽ ഓക്സിലറി. വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഔട്ട് ടു. ഇതാണ് മൊഡാൽ ഓക്സിലറി. ഇപ്പോൾ ഈച്ചിൻ്റെ മാത്രം കണ്ടീഷൻ, ഈച്ച് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ടൊരു മൊഡാൽ ഓക്സിലറി വന്നാൽ വെർബ് V1 ആയിരിക്കണം. ഉത്തരം എന്തായിരിക്കണം? V1 ഫോമിലെ വെർബ് എഴുതുക. അപ്പോൾ നമുക്കിവിടെ ഏതാണ്? ഈച്ച് കഴിഞ്ഞിട്ട് ക്യാൻ എന്ന മൊഡാൽ ഓക്സിലറി വന്നുകൊണ്ട് V1 ഫോമിലെ വെർബ് ഉത്തരമായിട്ട് വരുന്നു. അതുകൊണ്ട് ടേക്ക് ഉത്തരമായിട്ട് വരുന്നു. ടേക്ക് V1 ആണ്. ടേക്സ് സിംഗുലാർ ഫോമാണ്. ടുക്ക് എന്ന് പറയുന്നത് V2 ആണ്. വിൽ ടേക്ക് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ ഒരു യൂസേജ് ആണ്. മൂന്നാമത്തെ ചോദ്യം, 5 years ഡാഷ് എ ലോങ് ടൈം ടു വെയിറ്റ്. 5 years ഡാഷ് എ ലോങ് ടൈം ടു വെയിറ്റ്. വേറെ ഓപ്ഷനിലുണ്ട്, ഈസ് ഉണ്ട്, ആർ ഉണ്ട്, ഹാവ് ഉണ്ട്. ഓർമ്മയിലിരിക്കുക, എമൗണ്ട് ഓഫ് മണി, അതുപോലെ ഡിസ്റ്റൻസ്, അതുപോലെ ടൈം, അതുപോലെ ക്വാണ്ടിറ്റി, മെഷർമെൻറ്റ്, നെയിം ഓഫ് ബുക്ക്, പ്ലേസ്, സബ്ജക്റ്റ്, ഡിസീസ്, ഗെയിം. ഏതൊക്കെ വാക്കുകൾ? എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ്, ടൈം, ക്വാണ്ടിറ്റി, മെഷർമെൻറ്റ്, നെയിം ഓഫ് ബുക്ക്, പ്ലേസ്, സബ്ജക്റ്റ്, ഡിസീസ്, ഗെയിം എന്നിവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ കഴിഞ്ഞ് തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും സിംഗുലാർ വെർബായിരിക്കും. ഇവയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. ഇവിടെ നോക്കിയേ, 5 years എന്നത് ഒരു ടൈം പീരീഡിനെ സൂചിപ്പിക്കുന്നു.
അതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കും. വേറെ പ്ലൂറലാണ്, ഈസ് സിംഗുലാർ ആണ്, ആറ് പ്ലൂറലാണ്, ഹാവ് സിംഗുലാർ ആണ്. നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓർമ്മയിലിരിക്കുക, എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ്, ടൈം, ക്വാണ്ടിറ്റി, മെഷർമെൻറ്റ്, നെയിം ഓഫ് ബുക്ക്, പ്ലേസ്, സബ്ജക്റ്റ്, ഡിസീസ്, ഗെയിം പ്ലസ് സിംഗുലാർ വെർബ്. അടുത്ത ചോദ്യം, ദ മാൻ ഡാഷ് കെയിം യെസ്റ്റർഡേ വാസ് ഹെർ അങ്കിൾ. ദ മാൻ ഡാഷ് കെയിം യെസ്റ്റർഡേ വാസ് ഹെർ അങ്കിൾ. റിലേറ്റീവ് പ്രോനൗണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. വിച്ച് ഓപ്ഷനിലുണ്ട്? ഹൂ ഓപ്ഷനിലുണ്ട്, ഹൂം ഉണ്ട്, ദാറ്റ് ഉണ്ട്. തന്നിരിക്കുന്ന സെൻറ്റൻസ് പേഴ്സണെ സൂചിപ്പിക്കുകയും ഡാഷ് കഴിഞ്ഞ് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് വന്നാൽ ഉത്തരം ഹൂ ആയിരിക്കും. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു, ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബാണ് വരുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? ഹൂ ഉത്തരമായിട്ട് എഴുതാം. ദ മാൻ എന്നത് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്ക്, ഡാഷ് കഴിഞ്ഞിട്ട് കെയിം എന്ന് വരുന്ന വാക്ക് ഒരു മെയിൻ വെർബ് ആയതിനാൽ നമുക്ക് ഹൂ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ബി ഹൂ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഷീ അഡ്വൈസ്ഡ് മീ ഡാഷ് ദ ആർമി. ഷീ അഡ്വൈസ്ഡ് മീ ഡാഷ് ദ ആർമി. ജോയിനിങ് ഓപ്ഷനിലുണ്ട്, ടു ജോയിൻ ഓപ്ഷനിലുണ്ട്, ജോയിൻ ഓപ്ഷനിലുണ്ട്, ടു ജോയിനിങ് ഓപ്ഷനിലുണ്ട്. ഓർമ്മയിലിരിക്കുക, അഡ്വൈസ്, അലോ, പെർമിറ്റ്, റെക്കമെൻഡ് എന്നീ വാക്കുകൾ കഴിഞ്ഞ് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പേഴ്സൺ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വരാം, അല്ല എങ്കിൽ ഒബ്ജക്റ്റ് രൂപങ്ങൾ വരാം. പ്രോനൗണുകളുടെ സബ്ജക്റ്റ് രൂപം വരാം, ഒബ്ജക്റ്റ് രൂപം വരാം, അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു നൗൺ രൂപങ്ങളും വരാം. ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്കായാൽ തുടർന്ന് വരുന്ന വെർബ് 2+V1 ആയിരിക്കും. ഏതൊക്കെ വാക്കുകൾ? അഡ്വൈസ്, അലോ, പെർമിറ്റ്, റെക്കമെൻഡ് പ്ലസ് പേഴ്സൺ പ്ലസ് 2+V1. ഇൻഫിനിറ്റീവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ അഡ്വൈസ്ഡ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞിട്ട് മീ എന്നത് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്കാണ്. തുടർന്ന് ടു ജോയിൻ ഉത്തരമായിട്ട് വരുന്നു. ടു ജോയിൻ ഉത്തരമായിട്ട് വരുന്നു.